രാവിലെ പെട്രോളൊക്കെ അടിക്കാൻ വന്നു. പെട്രോളൊക്കെ അടിച്ചു. രാവിലെ തന്നെ പച്ചന അടിച്ച് നിൽക്കുക. രാവിലെ പൊറോട്ട മുട്ട സാൻഡ്വിച്ച്. അപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ നേരെ മാർജിൻ ഫ്രീക്കകത്ത് കയറി എന്തൊക്കെ സാധനങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞിങ്ങനെ ചുമ്മാ നോക്കുക. ഇത് കണ്ടില്ലേ, പാത്രത്തിന് ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്തിരുന്നുണ്ടല്ലേ, ഡ്രസ്സൊക്കെ ഇട്ട പാത്രങ്ങൾ. ഏതൊക്കെ കപ്പട പേന്തിയ ബർത്തൻ. അങ്ങനെ നമ്മളെ അവിടെ കടയിൽ നിന്ന് ഇറങ്ങി അൽമറായിലെ ഡബിൾ ചോക്ലേറ്റ് മിൽക്ക് ഒരെണ്ണം മേടിച്ചു. അങ്ങനെ ഇറങ്ങി. ഇതിന് ഒരെണ്ണത്തിന് 2.5 റിയാല എന്ന് പറയുമ്പോഴത്തേക്ക് 60 രൂപ. നമ്മുടെ നാട്ടിൽ 60 രൂപ ഈ ഒരെണ്ണത്തിന്. കടയിൽ കളിപ്പാട്ടങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. ക്യാ വാ നൈഡാല कब पूछा तुम? नहीं है बोला. വെയിലൊക്കെ അടിച്ചപ്പോഴത്തേക്ക് സുന്ദരനായിട്ട് ഇങ്ങനെ തിളങ്ങുന്നുണ്ടല്ലോ. ice water. We are going to make ice water. Without ice water we cannot survive in the desert. മൊബൈൽ ടവർ പോലെ ഇരിക്കുന്ന ഇതെല്ലാം കൂടെ ആ ഓയിൽ ഡൽഹിയിലെടുക്കുന്നത് കാണാൻ മൊബൈൽ ടവർ പോലെ ഇരിക്കും. പക്ഷെ മൊബൈൽ ടവർ അല്ലാതെ ഇങ്ങനെ അടുപ്പിച്ചിത് വെല്ലെന്ന് പറയും. നമ്മളവിടെ വെള്ളം വരും. ഇവിടുത്തെ വെല്ലിൽ പെട്രോൾ, ഡീസൽ, ക്രൂഡ് ഓയിലാണ് എടുക്കുന്നത്. അത് ക്രൂഡ് ഓയിൽ എടുത്തിട്ട് വേർതിരിച്ചിട്ട് ആ തൊട്ടടുത്ത കാലത്ത് വേറെ ഇങ്ങനെ ലൈനായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ സൈറ്റിലെത്തി. ഇതാണ് നമ്മളുടെ ജഫുറ ഗ്യാസ് പ്ലാന്റ്. ഭയങ്കര വലിയ സൈറ്റാണ്. ഇവിടെ തൊട്ട് തുടങ്ങി അറ്റം വരെയുണ്ട്. അവിടെ ഒരു അറ്റം വരെയുണ്ട്. നമ്മളിന്നിപ്പോൾ വന്നിട്ടുള്ളത് ബില്ല് സബ്മിറ്റ് ചെയ്യുക, അവരെ ഒന്ന് അപ്രൂവൽ മേടിക്കുക, നേരെ സ്ഥലം വിടുക. കണ്ടില്ലേ, മണ്ണൊക്കെ ഇങ്ങനെ കാറ്റത്ത് അടിച്ചടിച്ച് വന്ന് കിടക്കുന്നത്. ഇതാണ് അവരുടെ സ്റ്റോറേജ് യാർഡ. അപ്പോൾ ഇതിൽ നിന്ന് ഈ ഒരു ബിൽഡിങ്ങിൻ്റെ പണി മാത്രമേ നമുക്കുള്ളൂ. ഈ ഒരു ബിൽഡിങ് മാത്രം. ബാക്കിയൊക്കെ വേറെ കോൺട്രാക്ടർമാർക്കാണ്. അപ്പോൾ ഇതിനകത്ത് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഇവിടെ ഇരിക്കുന്നതെല്ലാം മില്യൺസ് റിയാൽ വില വരുന്ന കേബിളാണ് ഇതൊക്കെ. ഓഫീസിൽ കയറി വന്ന അവരൊക്കെ ഫുഡ് കഴിക്കുമല്ലോ. അപ്പോൾ ഫുഡ് കഴിക്കുന്നുണ്ട്. വെയിറ്റിംഗ് ഫോർ ദ ബിൽ സബ്മിഷൻ.
ഇൻവോയ്സൊക്കെ സബ്മിറ്റ് ചെയ്തു. ഇപ്പോൾ ഒന്ന് സൈറ്റിനകത്ത് പോയി നോക്കാം. നമ്മുടെ കുറച്ച് വർക്കകത്ത് പെൻഡിങ് ഉണ്ട്. അത് അതിൻ്റെ ഇവിടെയൊക്കെ എല്ലാത്തിനും ടാഗ് സിസ്റ്റമൊക്കെ ഉണ്ട്. ടാഗിൽ ഡേറ്റൊക്കെ ഉണ്ട്. അതിന് നമ്മൾ ഇൻസ്പെക്ട് ചെയ്ത് നോക്കണം. അതിൻ്റെ ഡേറ്റ് ആയാ ഇല്ലെന്നൊന്നും അറിയണം. അതിങ്ങനെ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇങ്ങനെ നോക്കിയിട്ട് നേരെ റൂമിലോട്ട് പോകാം. പുറത്ത് കണ്ടില്ലേ, ഫുൾ ശൂന്യത. അങ്ങനെ അകത്ത് പോയി വാലിഡിറ്റി ഒക്കെ നോക്കി തിരിച്ച് വണ്ടിയിലോട്ട് പോന്നു. ബൈ ബൈ റൂം. ഇമാര് ഇതുവരെ മണ്ണെടുത്ത് തീർന്നിട്ടില്ല. ഒത്തിരി മാറ്റാനുണ്ട്. ഒത്തിരി വലിയ ഗമണ്ട മല മൊത്തം അവന്മാർ മണ്ണെടുത്ത് മാറ്റി തീർക്കണം. അല്ലെങ്കിൽ ഇതെല്ലാം ഇപ്പം 2-3 കാറ്റടിക്കുമ്പോഴത്തേക്ക് എല്ലാം വന്ന് ഇവിടെ മൊത്തം മൂടും. നോക്കൂ ഗൈസ്, കണ്ടില്ലേ നമ്മളെ മരുഭൂമി, അതിമനോഹരമായി കിടക്കുന്ന മരുഭൂമി. അപ്പം കിട്ടാനുള്ള ഒപ്പൊക്കെ മേടിച്ചു, ബില്ലൊക്കെ സബ്മിറ്റ് ചെയ്തു, ഡേറ്റിൻ്റെ വാലിഡിറ്റി ഒക്കെ നോക്കി. നാളെ തീരും എല്ലാം. അപ്പം അങ്ങനെ നേരെ ഹോട്ടലിൽ പോവുക, കപ്സ കഴിക്കുക, റൂമിൽ പോവുക, ഉറങ്ങുക. വേറെ പരിപാടിയൊന്നുമില്ല. നാളെ തൊട്ട് പട്ടിപ്പണി എടുക്കണം 2 ദിവസം. ഇനി നാളെ ഫുള്ള് ലോഡിങ് കാര്യങ്ങളൊക്കെയാണ്. പയ്യന്മാർ പാവന്മാരുടെ കൂടെ തന്നെ നിൽക്കേണ്ടി വരും. നാളെ നോക്കാം. ഇപ്പോൾ ഹോട്ടലിൽ വന്ന് കപ്സയൊക്കെ കഴിച്ചു. ചലോ ഒട്ടകത്തിനെയൊക്കെ അവരിങ്ങനെ കയറ്റിക്കൊണ്ട് പോവുക. ചിലപ്പം വിൽക്കാനൊക്കെ ആയിരിക്കാം, ചിലപ്പോൾ സ്ഥലം മാറ്റുന്നതായിരിക്കാം. അതേപോലെ തന്നെ ഈ വലിയ കണ്ടെയ്നർ ലോറിയും ഇതിനകത്ത് മൊത്തം ഒട്ടകമായിരിക്കും. അതാ ഇങ്ങനെ ടാർപ്പൊക്കെ കവർ ചെയ്ത് കാറ്റിന് വേണ്ടിയിട്ട് ഈ ഗ്യാപ്പൊക്കെ ഗ്രില്ലൊക്കെ അടിച്ച് വച്ചേക്കുന്നത്. അതിനകത്ത് ഒട്ടകമുണ്ട്. അതായത് അടുത്ത വണ്ടികളിൽ ഒട്ടകം ഇരിക്കുന്നത് കണ്ടില്ലേ? ചലോ അയ്യോ, ഇത് കണ്ടില്ലേ അവന്മാർ പമ്പിൻ്റെ 2 സൈഡിലുമായിട്ട് ഇങ്ങനെ ചെടി വളർത്തി വെച്ചിട്ടുണ്ട്. അകത്തോട്ട് മണ്ണൊക്കെ അടിച്ച് കയറ്റാതിരിക്കുന്നത്. കാറ്റത്ത് ഭയങ്കര മണ്ണടിയാണ്. അപ്പോൾ ഇതിന് വേറെ ഒന്നും അവന്മാർ കൊടുക്കത്തില്ല. അതാ ഈ ഒരു കറുത്ത പൈപ്പിൽ കൂടെ ഒരു വെള്ളം മാത്രം കൊടുക്കും. വെള്ളം മാത്രം മതി ഇതിൽ. അങ്ങനെ വളർന്ന് അത് വെക്കണം. ഇപ്പം കണ്ടില്ലേ കനാലിൻ്റെ സൈഡിലോട്ടൊക്കെ കണ്ടില്ലേ ചെടികളൊക്കെ ഒത്തിരി ഉണ്ട്. ഇവിടെ ഒത്തിരി ഫാമുണ്ട്. ഒത്തിരി ഫാമുണ്ട്. അപ്പോൾ ആ ഫാമിലത്തേക്കൊക്കെ പോകുന്നത് ഈ കനാലിൽ നിന്നാണ്. ഒത്തിരി കണ്ട ഡേറ്റ്സ് ഒക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ മൊത്തം നമ്മളെ നാട്ടിലൊക്കെ പോലെ തന്നെ ഭയങ്കര പച്ചപ്പ്. ഈ നമ്മളെ റൂമിൻ്റെ അടുത്ത് കണ്ടില്ലേ, നമ്മുടെ നാട്ടിൽ മൊത്തം തെങ്ങായിരിക്കും. ഇവിടെ മൊത്തം ഇതാ ഈത്തപ്പഴത്തിൻ്റെ മരം. ഈത്തപ്പഴം. അപ്പോൾ നമ്മൾ നിൽക്കുന്നത് അൽ അഹസ റീജിയൻ ഹഫൂഫ് എന്ന് പറയും. അപ്പോൾ ഇതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഒയാസിസ്. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലം, നമ്മളെ ക്യാമ്പ് നിൽക്കുന്നത്. ഒയാസിസ് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പം ഈ ഇത് നാച്ചുറലായിട്ട് ഇവിടെ വെള്ളമുള്ളത് കൊണ്ട് ആണ് ഇവിടെ ഇത്രയും പച്ചപ്പും കാര്യങ്ങളൊക്കെ നിൽക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ഒയാസിസ് ഹഫൂഫ് അൽ അഹസ റീജിയൻ. കണ്ടല്ലോ, അടിപൊളിയായിട്ട് മരച്ചിരിക്കുന്നുണ്ടല്ലേ. ഫുള്ള് പച്ച. നേരത്തെ ഫുള്ള് മണ്ണിരുന്ന് ഇപ്പം പച്ചപ്പിലോട്ടെത്തി. അടിപൊളിയല്ലേ സൗദി. അങ്ങനെ ഗായ്സ് റൂമെത്തി ഉടുപ്പൊക്കെ മാറ്റി ഇനി നമുക്ക്
കട്ടിൽ കിടന്ന് നമുക്ക് യൂട്യൂബിൽ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുക ലാപ്ടോപ്പിൽ. അല്ലാതെ പിന്നെ വേറെ എന്തോ പണി. നാളെ തൊട്ട് ചിലപ്പോൾ പട്ടിപ്പണി കാണും. നാളെ തൊട്ട് ലോഡിങ്ങുമാർ സ്റ്റാർട്ട് ചെയ്യുക. അപ്പം നാളെ ഇല്ലെങ്കിലും മറ്റന്നാൾ ഭയങ്കര പട്ടിപ്പണിയായിരിക്കും, അത് കൺഫേമാണ്. നാളെ ചിലപ്പോൾ നേരത്തെ വരാൻ പറ്റും. നാളെ ഒരു സൈറ്റിലാണ് അവന്മാരെ ലോഡ് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തേക്കുന്നത്. ഓക്കെ, അങ്ങനെ ഇപ്പം റൂമിലൊക്കെ എത്തി. ഇപ്പം ഇത് അടുത്ത ബീട്രൂട്ട് തോരൻ റെഡിയാക്കിക്കൊണ്ടിരിക്കുക. ഇനി ഇതിനകത്ത് തേങ്ങ മാത്രം ഇടാനുണ്ട്, ബാക്കി സാധനം വെന്തുകൊണ്ടിരിക്കുക. എണ്ണ കൂടിപ്പോയോന്നൊരു സംശയം. അങ്ങനെ ഫുഡൊക്കെ വെച്ചു. ചോറ്, തീയൽ, വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി, ബീട്രൂട്ട് മെഴുക്കുവരട്ടി, പിന്നെ ഇത് വെളുത്തുള്ളി അച്ചാർ, എല്ലാം ഞാൻ ഉണ്ടാക്കിയതാണ്. ഒരു രക്ഷയില്ല, എല്ലാം അടിപൊളിയാണ്. പിന്നെ നമ്മളെല്ലാം ഇപ്പം മറ്റേ സ്റ്റീം ചെയ്താൽ വെക്കുന്നതുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് കുക്കാവുന്നുണ്ട്. ഒരു വെറൈറ്റി ടേസ്റ്റാണ്. അധികം കരിഞ്ഞും പോകത്തില്ല, പക്ഷെ നല്ല രീതിയിൽ വേകുകയും ചെയ്യും. നല്ല രസമുണ്ട്. അവൻ അവൻ്റെ കാമുകിയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക. देखा भाई देखा, हम पूरा पानी फिल करके इधर ऐसे रखा था, कोई भी एक पी नहीं लेके जाएगा. അപ്പോൾ നമ്മളിപ്പം വൈകിട്ടായി. അപ്പം ഇങ്ങനെ ഒരു കൂളർ മേടിക്കാൻ വേണ്ടി പോവുക. കൂളർ വെള്ളം കുടിക്കുന്ന കൂളർ. അപ്പം അതിൽ പറ്റിയ ഒരു വെട്ടൊക്കെ വെട്ടാൻ എന്താ പറയുന്നത്. അപ്പം കൂളർ വാങ്ങാനുള്ള പുറപ്പാടില്ല. ഫുൾ ടൈം കറക്കം. ശരി, അപ്പോൾ കടയിൽ പോയിട്ട് കാണാം. സിറാജ് കാഫോൾഡ്, ഇതാണ് നമ്മൾ പറഞ്ഞ ബസ് ആകെയാ. എല്ലാം സിറാജ് का आदमी लोग है. वो वीडियो वो समय बनाना चाहिए था. अय्यो आई गॉड. ഗ്ലാസ്സിൽ, എൻ്റെ കണ്ണാടിയിലെ ഗ്ലാസ്സിൽ നോക്കിക്ക് സൂര്യാസ്തമിക്കുന്ന കാണാമോ. आइए पैसा ऐसा निकालेगा ना. അങ്ങനെ കൂളറൊക്കെ മേടിച്ചു. ഇതാ കൂളർ, ഈ കടയിൽ നിന്നാണ് മേടിച്ചത്. കൂളറൊക്കെ മേടിച്ചു. ഇങ്ങനെ വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക. അവൻ എന്നെ ഇവിടെ ആക്കിയിട്ട് പോയി. ഇപ്പോൾ വരും.